Hello, my dear student. Welcome back to Learn and Grow. Today we are going to discuss Class 7 Basic Science Chapter 10 Safe Food. അല്ലേ? അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആൻഡ് 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് പ്രിസർവേറ്റ് ചെയ്ത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൽ ഒരു ടേബിൾ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ് ഈ ഒരു ടേബിളാണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്, ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുന്നത് ഏതാണ്, പിന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഷുഗർ സൊല്യൂഷനിൽ ഇടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ വെക്കുന്നത് ഏതാണ് അല്ലേ? ഇതൊക്കെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് നമ്മളിങ്ങനെ ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ് അല്ലേ, ഉണക്കി സൂക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട്, ചില്ലി അല്ലേ? ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. നിങ്ങൾ എഴുതിയത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ, അപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, മാംഗോ അല്ലേ? ദെൻ പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ, ഗൂസ്ബെറി, ചെറി, ജാം. പ്രിസർവ്ഡ് ഇൻ ലോ ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് ഇൻ ദ ഫ്രിഡ്ജ് അല്ലേ? ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിലാണ്. മിൽക്ക്, മീറ്റ്, ഫിഷ്, വെജിറ്റബിൾസ് ഒക്കെ. ഇനി പ്രിസർവ്ഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ, ബിസ്ക്കറ്റ്, നട്ട്സ്, ചിപ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഇന്നത്തെ പുതിയ ടോപ്പിക് നോക്കാം, സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസം കനോട്ട് സർവൈവ് ഇൻ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ, വൈ ഈസ് ഇറ്റ് സോ? അപ്പോൾ ഷുഗർ സൊല്യൂഷനിലും അതുപോലെ തന്നെ സോൾട്ട് സൊല്യൂഷനിലും മൈക്രോ ഓർഗാനിസം ഒന്നും സർവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് സർവ് ചെയ്യാൻ പറ്റാത്തത്? അതിനുള്ള കാരണം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. മെറ്റീരിയൽ, അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 2 ടാറോ ലീവ്സ്. ടാറോ ലീവ്സ് എന്ന് വെച്ചാൽ ചേമ്പിൻ്റെ ഇല. ചേമ്പ് നിങ്ങൾക്ക് അറിയാം അല്ലേ? വിത്ത് പേറ്റിയോൾസ്, അപ്പോൾ തണ്ടോട് കൂടിയിട്ടുള്ള 2 ചേമ്പിൻ്റെ ഇലയാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം അല്ലേ? 2 ബീക്കേഴ്സ്, 2 ബീക്കർ വേണം. ബീക്കർ എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് പോലത്തെ വലിയ സംഭവം നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്. വാട്ടർ ആൻഡ് സോൾട്ട്, വെള്ളം പിന്നെ സോൾട്ട് വേണം. അപ്പോൾ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ 2 ബീക്കേഴ്സ് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു ബീക്കറിൽ പ്യൂർ ആയിട്ടുള്ള വെള്ളം എടുക്കുക. മറ്റൊരു ബീക്കറിൽ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നന്നായിട്ട് ഉപ്പ് കലക്കിയ വെള്ളം വേണം കേട്ടോ. പ്ലേസ് ടാറോ ലീവ്സ് വിത്ത് പേറ്റിയോൾ ഇൻ ബോത്ത് ദ ബീക്കർ. എന്നിട്ട് ഓരോ ബീക്കറിലും ഓരോ ഈ ടാറോ ലീവ്സ്, ചേമ്പിൻ്റെ തണ്ടോടുകൂടിയ ഇല ഇടുക. ഓക്കെ, ഒബ്സർവ് ആഫ്റ്റർ 1 day. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? വാട്ട് ചേഞ്ചസ് ഹാസ് ഓക്കർഡ്, എന്ത് ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചേഞ്ചസ് ആണ്? ചേഞ്ചസ് നമ്മൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? അപ്പോൾ ശുദ്ധമായ വെള്ളത്തിലിട്ടത്, ഫ്രഷ് വാട്ടറിലിട്ടത് ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എന്നാൽ സോൾട്ട് വാട്ടറിലിട്ട ചേമ്പിലെ വാടിപ്പോയിട്ടുണ്ട് അല്ലേ? അത് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ചേഞ്ച്, എന്തായിരിക്കാം ഈ ചേഞ്ചസിന് കാരണം? സോൾട്ട് സൊല്യൂഷനിലാണ് ഇത് കിടക്കുന്നത് അല്ലേ? അപ്പോൾ സോൾട്ടിന് എന്താണ്, ഈ ചേമ്പിൻ്റെ ഇലയിൽ കോശങ്ങൾ ഉണ്ടാവുമല്ലോ, സെൽസ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഈ സെൽസിൽ നിന്ന് വെള്ളത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ചേമ്പിൻ തണ്ടിലെ വെള്ളത്തെയൊക്കെ ഇത് അതിൻ്റെ സെൽസിലെ വെള്ളത്തെയൊക്കെ വലിച്ചെടുത്തത് കൊണ്ടാണ് അത് ഡ്രൈ ആയിട്ട് പോയത് അല്ലേ? അത് ഷ്രിങ്ക് ആയി പോയത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, വാട്ടർ ഫ്രം ദ സെൽസ് ഓഫ് ദ ടാറോ ലീവ്സ്. ടാറോസ് ലീവ്സിലെ സെല്ലിനകത്തെ വാട്ടർ എന്തായിട്ടുണ്ട്? ഇറ്റ് ഈസ് ഫ്ലോസ് ഇൻ ടു ദ സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ആ സെൽസിലെ വെള്ളത്തെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യൂ ടു ദിസ് ദ സെൽ ഓഫ് ദ ടാറോ ലീഫ് ഷ്രിങ്ക് ആൻഡ് ലീഫ് വിത്തേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫ് ഷ്രിങ്ക് ഒന്ന് ചുരുങ്ങാനും അല്ലെങ്കിൽ വാടാനും ഒക്കെ ആയിട്ട് കാരണമായത്. ഓക്കെ, അപ്പോൾ ലൈക്ക് വൈസ് വാട്ടർ ഫ്രം ഫുഡ് ഐറ്റം പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ മൂവ്സ് ഇൻ ടു ദ സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് സോൾട്ട് സൊല്യൂഷനിലൊക്കെ ഇട്ട് വെക്കാറുണ്ടല്ലോ, മാങ്ങ അതുപോലുള്ള സംഭവങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഈ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാമല്ലോ, ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ഷ്രിങ്ക് ചെയ്തിട്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ ഐറ്റംസിൽ ഇപ്പോൾ മാങ്ങയാണെങ്കിൽ അതിലത്തെ വെള്ളം മുഴുവനും ഈ സോൾട്ട് സൊല്യൂഷനിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് ഇത് ഷ്രിങ്ക് ചെയ്യുന്നത്.
Salt absorb water not only from the food item but also from the cells of microorganism present in them. ഓക്കെ, അപ്പോൾ ഈ സോൾട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ ഫുഡ് ഐറ്റംസിലെ ജലത്തെ മാത്രമല്ല, വാട്ടർ മാത്രമല്ല, പിന്നെന്താണ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽസിലെ വെള്ളത്തെയും അത് വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈക്രോ ഓർഗാനിസം ഗെറ്റ് ഡിസ്ട്രോയിഡ് വെൻ ദെയർ സെൽ ലോസ് വാട്ടർ. അപ്പോൾ സെല്ലിലെ ജലം നഷ്ടപ്പെട്ടാൽ ആ മൈക്രോ ഓർഗാനിസം എന്താവും, ഡിസ്ട്രോയ് ആവും, നശിച്ചു പോകും അല്ലേ. അപ്പോൾ സെയിം തിങ്സ് ഹാപ്പൻ വെൻ ഫുഡ് ഐറ്റംസ് ആർ പ്രിസർവ്ഡ് ഇൻ സുഗർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഉപ്പിലിട്ട വസ്തുക്കളിൽ അല്ലേ, അപ്പോൾ അതിലെന്തെങ്കിലും മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ തന്നെ എന്താവും, അതിലത്തെ സെല്ലിലെ വെള്ളവും ഈ സോൾട്ട് സൊല്യൂഷൻ വെച്ചെടുത്തിട്ട് വലിച്ചെടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വിധ മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആവുകയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉപ്പിലിട്ട വസ്തുക്കൾ, അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷനിലിട്ട വസ്തുക്കളും എന്താവാത്തത്, കേടുവരാത്തത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഹാവിൻ ടു ഈറ്റൻ മാംഗോസ് പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സോൾട്ട് സൊല്യൂഷനിലിട്ട ഉപ്പിലിട്ട വസ്തുക്കളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. തീർച്ചയായും കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ മുകളിലത്തെ എക്സ്പെരിമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഷ്രിങ്കേജ് ഓഫ് ടെൻഡർ മാംഗോ പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ, റൈറ്റ് ദം ഇൻ എ സയൻസ് ഡയറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാംഗോസ് അല്ലെങ്കിൽ ഈ ഉപ്പിലിട്ട വസ്തുക്കൾ ഷ്രിങ്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. എന്താണ്, വാട്ടർ ഫ്രം ദ ഫുഡ് ഐറ്റം പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ മൂവ്ഡ് ഇൻ ദ സോൾട്ട് സൊല്യൂഷൻ സോ ദാറ്റ് ഇറ്റ് ഈസ് ഷ്രിങ്കിങ്. ഓക്കെ, ആൻഡ് ജാം ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഫുഡ് ഐറ്റം ഇൻ ദ ഷുഗർ. അപ്പോൾ ഷുഗർ ഇട്ട് പ്രിസർവ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ പറയുന്നത് ജാമാണ്. ഓക്കെ, അപ്പം നമ്മൾക്കിവിടെ ജാം, എങ്ങനെയാണ് ഒരു ജാം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെറ്റ്സ് പ്രിപ്പയർ എ ജാക്ക് ഫ്രൂട്ട് ജാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ജാക്ക് ഫ്രൂട്ടാണ് ഇവിടെ കൊടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ പൈനാപ്പിളോ മാംഗോസോ എന്ത് വെച്ചിട്ടും ജാം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്രൈൻഡ് 1 kilogram ഓഫ് ഫുള്ളി റിപ്പൻ ജാക്ക് ഫ്രൂട്ട്. നല്ല പഴുത്ത ജാക്ക് ഫ്രൂട്ട് എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഓക്കെ, കുക്ക് അൺടിൽ ഇറ്റ് തിക്കൻസ്. എന്നിട്ട് നന്നായിട്ട് തിക്കൻ ചെയ്യുമ്പോൾ അത് കുക്ക് ചെയ്യുക. ആഡ് 500 gram ഓഫ് ഷുഗർ ഇറ്റ്. എന്നിട്ട് 500 gram ഷുഗർ ഇടുക. സ്റ്റിർ വെൽ ഫോർ 10 minutes. നന്നായിട്ട് 10 minutes അതിൽ സ്റ്റിർ ചെയ്യുക. അലോ ഇറ്റ് ടു കൂൾ ഫോർ സം ടൈംസ്. ആഡ് സ്പൂൺ ഫുൾ ഓഫ് ലെമൺ ജ്യൂസ്. എന്നിട്ട് അത് കൂൾ ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ഒരു സ്പൂൺ ഫുൾ ലെമൺ ജ്യൂസ് ഒഴിക്കാം. ആഫ്റ്റർ ഇറ്റ് ഹാസ് കൂൾ ഡൗൺ ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു ദ ക്ലീൻ ആൻഡ് ഡ്രൈ എയർ ടൈറ്റ് കണ്ടെയ്നർ. എന്നിട്ട് ഇത് കൂൾ ചെയ്തതിന് ശേഷം നല്ല ക്ലീനും ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഓക്കെ, യുവർ ജാക്ക് ഫ്രൂട്ട് ജാം ഈസ് റെഡി. അപ്പോൾ ദ സെയിം വേ യു ക്യാൻ മേക്ക് പപ്പായ, പൈനാപ്പിൾ, മാംഗോ, എനിത്തിങ്. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങൾ സീസൺ അനുസരിച്ച് ഏത് ജാമും ഇതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ട്രൈ ദിസ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പാസ്ചറൈസേഷൻ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പാസ്ചറൈസേഷൻ. Pasteurization. Have you seen the labeling pasteurized milk on the milk packet? What does it mean? അപ്പോൾ നിങ്ങളിപ്പോഴെങ്കിലും ഇങ്ങനെ ഈ മിൽക്ക് പാക്കറ്റിൻ്റെ മുകളിലായിട്ട് പാസ്ചറൈസ്ഡ് മിൽക്ക്, പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക് എന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ടോ? ഇവിടെ എൻലാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങനെ എഴുതുന്നതിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, പാസ്ചറൈസേഷൻ ഈസ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക് സ്പോയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കിയേ. ഹീറ്റ് മിൽക്ക് ടു 70 degrees Celsius for 30 seconds and cool it to 10 degrees Celsius immediately. The sudden temperature difference lead to the rupturing of the cell membrane of the microorganism. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 70 degrees Celsiusൽ 30 സെക്കൻഡ് എന്ത് ചെയ്യും, ഇതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് നല്ല പെട്ടെന്ന് ഈ 70 ഡിഗ്രി സെൽഷ്യസ് 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് അതിനെ തണുപ്പിക്കും. ഓക്കെ, നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനെ തണുപ്പിക്കും. അപ്പോൾ ദിസ് സഡൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ലീഡ്സ് ടു ദ റപ്ചറിങ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. അപ്പോൾ പെട്ടെന്നുള്ള ഈ താപത്തിൻ്റെ ഒരു വ്യതിയാനം ഇല്ലേ, നല്ല ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ പാലിലുള്ള ഇതുമൂലം പാലിലുള്ള സൂക്ഷ്മ ജീവികളുടെ കോശമൊക്കെ പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഓക്കെ, as a result they get destroyed. അപ്പോൾ അങ്ങനെ അത് നശിച്ചു പോകും. The process was invented by French scientist Louis Pasteur. Hence this process is named as pasteurization.
അപ്പോൾ ഈ ഒരു രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് പാസ്റ്ററൈസേഷൻ എന്ന് പേര് വന്നത്. ഓക്കെ, വൈൻ ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് ആർ ഓൾസോ പ്രിസർവ് ബൈ പാസ്റ്ററൈസേഷൻ. അപ്പോൾ വൈനും അതുപോലെ ജ്യൂസസ് ഒക്കെ, പഴച്ചാറുകളൊക്കെ ഈ ഒരു രീതിയിലാണ് പാസ്റ്ററൈസേഷൻ നടത്തിയിട്ടാണ് സൂക്ഷിച്ചു വയ്ക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അടുത്തൊരു ടോപ്പിക്കാണ് അഡൾട്രേഷൻ അല്ലേ, ഇൻ ഐസ് ടു, ഐസിലും മായം. ഓക്കെ, അപ്പോൾ നോക്കാം ഐസിൽ എങ്ങനെയാ മായം ഉണ്ടാവുന്നത് അല്ലേ, നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നൊരു ബോട്ടിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് നോക്കാം. ഇറ്റ് ടേക്സ് മെനി ഡേയ്സ് ഫോർ ഡീപ് സീ ഫിഷിംഗ് ബോട്ട് ടു റീച്ച് ദ ഷോർ. സ്മോൾ സ്കെയിൽ വെൻഡേഴ്സ് വിൽ ടേക്ക് സ്റ്റിൽ മോർ ടൈം ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഫിഷ് ടു ദ അതർ പ്ലേസസ്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ടു പ്രിസർവ് ഫിഷ് ഫോർ സച്ച് എ ലോങ് ടൈം? അപ്പോൾ മീൻ പിടിക്കാനായിട്ട് പോകുന്ന ബോട്ടുകൾ, കടലിലേക്ക് പോകുന്ന ബോട്ടുകളെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കരയിലെത്തുന്നത് അല്ലേ, മീൻ പിടിച്ചു കഴിഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന് എന്താണ്, ഈ പിടിച്ച മത്സ്യങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇത്രയും ദിവസം ഈ മത്സ്യം എങ്ങനെയാണ് കേടാകാതിരിക്കുന്നത്? എങ്ങനെയായിരിക്കും? അതിലേക്ക് ഐസ് ഉപയോഗിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, മത്സ്യം കേടാകാതിരിക്കാൻ അതിലേക്ക് ഐസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, യു മേ ഹാവ് സീൻ ദ യൂസ് ഓഫ് ഐസ് ടു പ്രിവെന്റ് ദ ഡീകേ ഓഫ് ഫിഷ്. അപ്പോൾ ഫിഷ് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഐസ് യൂസ് ചെയ്യും. വൈൽ മേക്കിംഗ് ഐസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ഫോർ ദ ക്വിക്ക് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ ടു പ്രിവെന്റ് മെൽറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ദ ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഐസിലും മായം ചേർക്കുന്നുണ്ട്. ഓക്കെ, മീനിലൊക്കെ ഇടുന്ന ഐസിലും മായം ചേർക്കുന്നുണ്ട്. എന്തിനാണ്? പെട്ടെന്ന് ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് എന്താണ് കട്ടയാവാനും അതുപോലെ അത് അലിയാതിരിക്കാനും പെട്ടെന്ന് മെൽട്ടാവാതിരിക്കാനും വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു അതിൽ ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഈസ് ഹാംഫുൾ ടു അവർ ബോഡി. അപ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് നമ്മളുടെ ബോഡിക്ക് ഭയങ്കര ഹാംഫുൾ ആണ്. ഓക്കെ, ദെയർഫോർ ഫിഷ് മസ്റ്റ് ബി ക്ലീൻഡ് വെൽ യൂസിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ബിഫോർ കുക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമോണിയം ക്ലോറൈഡ് ചെയ്ത ഐസൊക്കെ ചേർത്ത ഫിഷാണ് നമ്മൾക്ക് കിട്ടുന്നത് അല്ലേ. നമ്മൾ മീൻ വാങ്ങുന്ന സ്ഥലത്തൊക്കെ ഐസ് ഇട്ടിട്ടുണ്ടാവും അല്ലേ മീനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ അമോണിയം ക്ലോറൈഡ് പോലുള്ള മാരകമായ വസ്തുക്കൾ ശരീരത്തിൽ ഹാംഫുൾ ആണ് നമ്മളുടെ ശരീരത്തിൽ ചേർന്നാൽ. You know that food items are kept in refrigerator to prevent spoilage. ഓക്കെ, അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന കാര്യമൊക്കെ നമ്മൾക്ക് അറിയാം അല്ലേ. ദ ടെമ്പറേച്ചർ ഇൻ ഓൾ കമ്പാർട്ട്മെന്റ് ഇൻ ദ റെഫ്രിജറേറ്റർ ഈസ് നോട്ട് ദ സെയിം. അപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ഇങ്ങനെ കുറേ അറകൾ ഉണ്ടാവുമല്ലോ, കുറേ കമ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലേ. ഒരു പിക്ചർ നോക്കിയാൽ അല്ലേ. അപ്പോൾ ഇതിൽ എല്ലാത്തിലെയും ടെമ്പറേച്ചർ ഒരേ രീതിയിലല്ല ഉള്ളത്. ഓക്കെ, ഓരോന്നിലും വ്യത്യസ്തമാണ്. വി സ്റ്റോർ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റം ഇൻ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആഹാര സാധനങ്ങൾ വ്യത്യസ്ത സൂക്ഷിക്കാൻ, ഓരോ ഫുഡ് ഐറ്റംസും സൂക്ഷിക്കാൻ ഒരു പ്രത്യേക അറയുണ്ടാവും അല്ലേ. ആ താഴെ കാണുന്ന ഡ്രോ പോലെയുള്ള സംഭവമില്ലേ, ഡ്രോയർ പോലെ, അതിലാണ് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സൂക്ഷിക്കാറ് അല്ലേ. അത് നിങ്ങൾക്ക് അറിയായിരിക്കാം അല്ലേ. അപ്പോൾ മൈക്രോ ഓർഗാനിസം കനോട്ട് ബി ആക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് വൈ ഫുഡ് ഐറ്റം ഡോണ്ട് ഗെറ്റ് സ്പോയിൽഡ്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ച ആഹാര സാധനങ്ങൾ കേടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവത്തില്ല അല്ലേ. ഓർഗാനിസം കനോട്ട് ബി ആക്റ്റീവ് അറ്റ് ദ ലോ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് വൈ ഫുഡ് ഐറ്റം ഡോണ്ട് ഗെറ്റ് സ്പോയിൽ. അതുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് ഒന്നും സ്പോയിൽ ആവാത്തത്. വാട്ട് വിൽ ഹാപ്പൻ ടു ഫുഡ് ഐറ്റം വെൻ ദേ ആർ ടേക്കൺ ഔട്ട് ഓഫ് ദ റെഫ്രിജറേറ്റർ? അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ, റെഫ്രിജറേറ്ററിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തെടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കും? The microorganism will start functioning and the food will be spoiled. അപ്പോൾ കുറേ സമയം ഇങ്ങനെ പുറത്തെടുത്ത് തുറന്നു വെച്ചാൽ ആ മൈക്രോ ഓർഗാനിസം അതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് ആ ഫുഡിനെ സ്പോയിലാക്കുകയും ചെയ്യും. അടുത്തൊരു ടോപ്പിക് നോക്കാം, ഹൈജീൻ ഫോർ സേഫ്റ്റി. ശുചിത്വം സുരക്ഷയ്ക്ക്. ഡു യു വാഷ് യുവർ ഹാൻഡ് ആൻഡ് മൗത്ത് പ്രോപ്പർലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്? ആഹാരത്തിന് മുമ്പും ശേഷവും വായും കൈയും നന്നായിട്ട് കഴുകാറുണ്ടോ? ഷാൽ ഹൈജീൻ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റം ബി എൻഷുവർഡ് ബൈ പ്രാക്ടീസിങ് ദിസ് അലോൺ? അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും വായൊക്കെ കഴുകാറുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കാൻ പറ്റുമോ?
ഇല്ല. അതിന് വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശുചിത്വം പാലിക്കാനുണ്ടല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ദ ഫോളോയിങ് ഷുഡ് ഓൾസോ ബി ടേക്കൻ കെയർ ടു മെയിൻറ്റെയിൻ ഹൈജീൻ. ഏതൊക്കെയാണ്? ദ പ്ലേസ് ഫ്രം വെയർ ഫുഡ് ഐറ്റംസ് ആർ ബോട്ട്. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം അല്ലേ. ഭക്ഷ്യവസ്തു വാങ്ങുമ്പോൾ നല്ല ക്ലീൻ നീറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. സ്റ്റോറേജ് ആഫ്റ്റർ പർച്ചേസ്, വാങ്ങിയതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന രീതി അല്ലേ, അത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചു വെക്കണം. കുക്കിംഗ്, പാചകം ചെയ്യുന്ന രീതി അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചിക്കൻ അതുപോലെ മീറ്റ് അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നന്നായിട്ട് തിളപ്പിച്ചാൽ അതിലത്തെ മൈക്രോ ഓർഗാനിസം ഒക്കെ നശിച്ചു പോകും അല്ലേ, ബാക്ടീരിയാസ്. പിന്നെ അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ. ഇനി സ്റ്റോറേജ് ഓഫ് ദ ലെഫ്റ്റ് ഓവേഴ്സ്, അപ്പോൾ ബാക്കിയുള്ള ഫുഡൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം? ഇപ്പോൾ കറികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് ചൂടാക്കിയിട്ട് വെക്കാം, അതല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്നതാണ് അല്ലേ. ഇവിടെ നോക്കിയേ, താഴെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായതിന് നേരെ ശരിയെന്നും തെറ്റായതിന് റോങ് ആയതിന് നേരെ റോങ് എന്നും ഇടാം. ഓക്കെ. ദ പ്ലേസസ് മാർക്കറ്റ് ഫ്രം വെയർ യു പർച്ചേസ് ഫ്രൂട്ട്, വെജിറ്റബിൾ, ഫിഷ് ആൻഡ് മീറ്റ് ആർ ഹൈജീനിക്. പഴം, പച്ചക്കറി, മത്സ്യം തുടങ്ങിയ വാങ്ങുന്ന സ്ഥലങ്ങൾ, മാർക്കറ്റുകൾ വൃത്തിയുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ, നിങ്ങളുടെ നിരീക്ഷണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ, അപ്പോൾ അത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസസ് ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ ആണെങ്കിൽ അവിടെ ടിക്ക് ഇടുക, അല്ലെങ്കിൽ റോങ് ഇടുക. ഓക്കെ. വെൻഡേഴ്സ് വിയർ ഗ്ലൗസ് ആൻഡ് മാസ്ക്. അപ്പോൾ കച്ചവടക്കാർ ഗ്ലൗസും മാസ്കൊക്കെ ഇട്ടിട്ടാണോ ഇരിക്കാറുള്ളത്? നിങ്ങൾ സാധനം വാങ്ങാൻ പോകുമല്ലോ, അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുള്ളതാണ്? അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷനാണ് നിങ്ങളിവിടെ റൈറ്റ് ഓർ റോങ് കൊടുക്കേണ്ടത്. ഓക്കെ. ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് ക്ലീൻ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് കവേർഡ്. ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല കവർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പ്യുവർ വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. കുക്ക് ചെയ്യാനായിട്ട് പ്യുവർ വാട്ടറാണ് യൂസ് ചെയ്യാറുള്ളത്. Knives, utensils, cutting board and food items are used after washing them thoroughly. ഓക്കെ. അപ്പം നൈഫ്സ്, കത്തി, യൂട്ടൻസിൽ, പാത്രങ്ങൾ, കട്ടിംഗ് ബോർഡ്, ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണോ നിങ്ങൾ എങ്കിൽ അവിടെ ശരി, അല്ലെങ്കിൽ റോങ് എങ്കിൽ റോങ് നടാ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഫിഷ്, മീറ്റ് എക്സെട്ര ആർ കട്ട് ഓൺലി ആഫ്റ്റർ വാഷിംഗ്. അപ്പോൾ വാഷ് ചെയ്തതിന് മാത്രമാണ് ഫുഡ്, വെജിറ്റബിൾ, ഫിഷൊക്കെ കട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ശരിയാണോ അങ്ങനെയാണോ എങ്കിൽ റൈറ്റ് എന്നും അല്ലെങ്കിൽ റോങ് എന്നും ചെയ്യാം. ഓക്കെ. ദ പ്രിപ്പയർഡ് ഫുഡ് ഈസ് കെപ്റ്റ് കവേർഡ്. എന്നിട്ട് പാചകം ചെയ്തതിന് ശേഷം ഫുഡ് ഐറ്റം കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. ഹാൻഡ്സ് ആർ വാഷ്ഡ് യൂസിങ് സോപ്പ് ബിഫോർ സെർവിങ് ആൻഡ് ഈറ്റിംഗ് ദ ഫുഡ്. അപ്പോൾ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യാറുണ്ട്. ക്ലീൻ പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ക്ലീൻ ആയ പ്ലേറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷനാണ് അവിടെ റൈറ്റ് ഓർ റോങ് ഇടണം കേട്ടോ. ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഫുഡ് ഈസ് ടേക്കൺ നോട്ട് ലോങ് ആഫ്റ്റർ ഇറ്റ് ഈസ് കുക്ക്ഡ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം കുറേ സമയം ആവുന്നതിന് മുമ്പേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഓൾ മെമ്പേഴ്സ് ഇൻ ദ ഹോം ടേക്ക് ഫുഡ് ടുഗെദർ അറ്റ് ഹൈജീനിക് പ്ലേസ്. അപ്പം നല്ല ഹൈജീനിക് വൃത്തിയുള്ള പ്ലേസിൽ ഓൾ മെമ്പേഴ്സ്, എല്ലാ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ലെഫ്റ്റ് ഓവേഴ്സ് ആർ പ്രിസർവ്ഡ് ഓൺലി ഇഫ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ലേറ്റർ. അപ്പോൾ ലെഫ്റ്റ് ഓവർ, ബാക്കിയുള്ള ഭക്ഷണം പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കും, ഫ്രിഡ്ജിലോ ചൂടാക്കിയോ സൂക്ഷിക്കും. ഓൺലി ഇഫ് ദേ ക്യാൻ ബി യൂസ്ഡ് ലേറ്റർ, പിന്നീട് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ദ പ്ലേസ് വെയർ ഫുഡ് ഈസ് സെർവ്ഡ് ഇൻ ക്ലീൻഡ് അപ്പ്. എന്നിട്ട് ഭക്ഷണം കഴിച്ച സ്ഥലമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഒബ്സർവേഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ഇവിടെ ചെയ്യാനാണ്. ഓക്കെ. എന്നിട്ട് ഇവിടെ നോക്കി എന്താ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആണെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതം കൊടുക്കുക. ഓക്കെ. ശരിയായതിന് 1 മാർക്ക് വീതം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്കാണെങ്കിൽ നിങ്ങൾ നല്ല ഹൈജീനിക് ആണെന്ന് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇവിടെ നോക്കിയേ. ക്ലീൻ, സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ് ഈസ് അവർ റൈറ്റ്. അപ്പോൾ വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും അവകാശമാണ് അല്ലേ. കുക്കിംഗ് വിത്ത് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് അലോൺ വിത്ത് നോട്ട് ഗ്യാരണ്ടി ക്വാളിറ്റി ഫുഡ്.
ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം എന്താണ് നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഫുഡ് ക്യാൻ ബി ഹെൽത്തി ഓൺലി ഇഫ് ദ പ്ലേസ് വെയർ ഫുഡ് ഈസ് സ്റ്റോർഡ്, ടെമ്പറേച്ചർ ആൻഡ് കുക്കിംഗ് മെത്തേഡ് ആർ ആപ്റ്റ്. ഓൺലി ദെൻ ക്യാൻ വി മെയിൻറ്റെയിൻ എ ബെറ്റർ ഹെൽത്ത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം, അതിൻ്റെ താപനില, എങ്ങനെയുള്ള കുക്കിംഗ് മെത്തേഡാണ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ബെറ്ററായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. എങ്കിൽ മാത്രമേ വി ക്യാൻ മെയിൻറ്റെയിൻ എ ബെറ്റർ ഹെൽത്ത് അല്ലേ. ഓക്കെ, സോ ഫാർ വി ഹാവ് ബീൻ ഡിസ്കസ് ദ മെഷർമെൻറ്റ് ടു ബി ടേക്കൻ എൻഷുർ ദിസ്. ലെറ്റ് us conduct food fest at school considering all this criteria. Item can be prepared individually or in group. What are the arrangements to be done? ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ്, അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അറേഞ്ച്മെൻ്റാണ് ഇത് വേണ്ടതെന്ന് നോക്കാം. ഡിസൈഡിങ് ദ പ്രൊപ്പോസ്ഡ് ഡിഷസ് ആൻഡ് ദെയർ ക്വാണ്ടിറ്റി, ലിസ്റ്റിംഗ് ഓഫ് റിക്വയർഡ് ഫുഡ് ഐറ്റം ആൻഡ് ദെയർ പ്രൊക്യൂർമെൻറ്റ്, സേഫ് കുക്കിംഗ്. അപ്പോൾ വിഭവങ്ങൾ അവ ഓരോന്നും ഉണ്ടാക്കേണ്ടത് എത്ര ക്വാണ്ടിറ്റി ആണെന്നും, ലിസ്റ്റിംഗ് ഓഫ് റിക്വയർഡ് ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ പ്രൊക്യൂർമെൻറ്റ്, അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്നും, സേഫ് കുക്കിംഗ് അല്ലേ, സേഫ് ആയിട്ടുള്ള കുക്കിംഗ്. പിന്നെ അറേഞ്ചിങ് ദ ഡിഷസ് ഇൻ ഹൈജീനിക് ആൻഡ് അട്രാക്റ്റീവ്, നല്ല ഹൈജീനിക് ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതും. പിന്നെ ക്ലീനിങ് ആക്ടിവിറ്റി ആഫ്റ്റർ കണ്ടക്ട് ഓഫ് ഫുഡ് ഫെസ്റ്റിവലിന് ശേഷവും ഒരു ഏരിയാസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ തന്നെ ചെയ്യണം. ഇവിടെ നോക്കിയേ, ഇത് സ്കൂളിൽ കണ്ടക്ട് ചെയ്തൊരു ഫുഡ് ഫെസ്റ്റിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അവരെത്ര ഹൈജീനിക് ആയിട്ടാണ് ആ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് അല്ലേ. അവരുടെ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, പിന്നെ തലയിലാണ് ക്യാപ്പൊക്കെ ധരിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ നല്ല ഹൈജീനിക് വേയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ നല്ല ഹൈജീനിക് ആയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ടെന്നാണ് പറയുന്നത്. ഓക്കെ ഡേഴ്സ്, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സേഫ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് അസസിലെ വിച്ച് അഡൾട്ടൻ ക്യാൻ പ്രോബബ്ലി ബി ആഡഡ് ടു പെപ്പർ. കുരുമുളകിലേക്ക് മായമായിട്ട് ചേർക്കാൻ പറ്റുന്നതിൽ താഴെ പറയുന്നതിൽ ഏതാണ്? ഗ്രീൻ ഗ്രാം എന്ന് വെച്ചാൽ ചെറുപയർ, ടാമറിൻഡ് സീഡ്, പുളിങ്കുരു, പപ്പായ സീഡ്, പിന്നെ ബംഗാൾ ഗ്രാം എന്ന് വെച്ചാൽ കടല. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കുരുമുളകിനോട് സാമ്യമുള്ളത്? പപ്പായ സീഡ് അല്ലേ. എന്ന് വെച്ചാൽ പപ്പായ സീഡ് അത് ഉണക്കി കഴിഞ്ഞാൽ ഏകദേശം കുരുമുളക് എങ്ങനെയാണ്, ബ്ലാക്ക് ആണ് അല്ലേ, അതിൻ്റെ പുറമേയൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും ഈ പപ്പായ സീഡുള്ളത്. ഓക്കെ, അപ്പോൾ പെപ്പറിനോട് അഡൾട്രൻ്റായിട്ട് ചേർക്കാൻ പറ്റുന്നത് ഇതിൽ പപ്പായ സീഡാണ്. ഓക്കെ, ഇനി അടുത്തത്, ക്യാൻ ദ ഐസ് ക്യൂബ് യൂസ്ഡ് ഇൻ ദ ഫിഷ് മാർക്കറ്റ് ബി യൂസ് ടു പ്രിപ്പയർ കൂൾ ഡ്രിങ്ക്സ്? വൈ? അപ്പോൾ ഫിഷിന് ഫിഷ് കേടാകാതിരിക്കാൻ ഐസ് ക്യൂബ്സ് ഇടുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഐസ് ക്യൂബ് കൊണ്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നോ. വൈ? എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഷിലിടുന്ന ഐസ് ക്യൂബിൽ എന്തോ ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതാണ്? അമോണിയം ക്ലോറൈഡ് എന്ന കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ആ കെമിക്കൽ ആഡ് ചെയ്യുന്നത്? അപ്പോൾ അത് പെട്ടെന്ന് കണ്ടൻസ് ചെയ്യാനും പിന്നെ മെൽട്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു ഐസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്താൽ ആൻസർ? നോ. ഐസ് ക്യൂബ് യൂസ്ഡ് ഇൻ ദ ഫിഷ് മാർക്കറ്റ് കണ്ടെയ്ൻ എ കെമിക്കൽ കോൾഡ് അമോണിയം ക്ലോറൈഡ്. വെൻ വി യൂസ്ഡ് ഇറ്റ് ഇൻ കൂൾ ഡ്രിങ്ക്സ് ദാറ്റ് കോസ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ യു പർച്ചേസ് ഫ്രൂട്ട് ഫ്രം ദ ഷോപ്പ്? അപ്പോൾ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട് വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത് നമ്മൾ മുമ്പ് ചാപ്റ്റർ എടുക്കുമ്പോൾ ശരിക്കും 2 ബോക്സസ് കോളംസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന്. ഓക്കെ, എങ്ങനെയുള്ള ഫ്രൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അൺഡാമേജ്ഡ് ഔട്ടർ സ്കിൻ അല്ലേ. അപ്പോൾ ഔട്ടർ സ്കിന്ന് ഡാമേജ് ഒന്നും ആവാത്ത യാതൊരു സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഫ്രഷ് ആൻഡ് ഫേം ടെക്സ്ചർ അല്ലേ. ഫ്രഷ് ആൻഡ് ഫേം ടെക്സ്ചറിലുള്ള ഫ്രൂട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. നോ സ്മെൽ, യാതൊരുവിധ ഫോൾ സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ല ഫ്രൂട്ട്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലേ. ഓവർ റിപ്പോ, ടു സോഫ്റ്റ് ആയിട്ടുള്ളതൊന്നും നമ്മൾ സെലക്ട് ചെയ്യരുത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിൽക്ക്, ടൊമാറ്റോ,
fish, cucumber, lady's finger and meat are kept to be in the refrigerator. Out of this, which are to be kept in the freezer. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രീസറിൽ വെക്കുക? ഓക്കെ, ഫിഷ് അല്ലേ, ഫിഷും പിന്നെ എന്താണ്, മീറ്റും നമ്മൾ ഫ്രീസറിൽ വെക്കും. ഓക്കെ, വിച്ച് ആർ ടു ബി സ്റ്റോർഡ് ഇൻ കമ്പാർട്ട്മെൻറ്റ് അതർ ദാൻ ഫ്രീസർ. ഫ്രീസർ അല്ലാതെ കമ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെയാണ് വെക്കുക? മിൽക്ക്, ടൊമാറ്റോ, ക്യുക്കുംബർ, ലേഡീസ് ഫിംഗർ ഒക്കെ ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റ് വെക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്നും കൂടി വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.